ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ഏപ്രിൽ 1 എനർജിയാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പായൽ സെലക്ഷൻ നടത്താം. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. എനിക്ക് കുറച്ച് ത്രോട്ട് പ്രോബ്ലം ഉണ്ട്, സൗണ്ടൊക്കെ മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി നിങ്ങൾ റീഡിങ് കാണാനായിട്ടും ശ്രമിക്കുക. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. നിങ്ങൾക്കുള്ള കാർഡ്സ് ഞാൻ ഓൾറെഡി എടുത്തു വച്ചിട്ടുണ്ട്. ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. മെയിൻ ഒരു തീം വന്നിട്ട് എങ്ങനെ ലൈഫിൽ സ്റ്റെബിലിറ്റി, ബാലൻസ് നിലനിർത്താം. കുറച്ച് പേർക്ക് തനിക്ക് ചുറ്റും പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടാകാം. പല ഇൻഫ്ലുവൻസ്, പ്രലോഭനങ്ങൾ, അഡ്വൈസിൻ്റെ രൂപത്തിലായിരിക്കാം, വേറെ ഏതെങ്കിലും എനർജിയുടെ രൂപത്തിൽ നിങ്ങൾക്ക് ചുറ്റും വരുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സ്പേസിൽ, ആ ഒരു ടൈമിലെല്ലാം എങ്ങനെ തൻ്റെ ഉള്ളിൽ ആ ഒരു ശാന്തത, ആ ഒരു പീസ് നിലനിർത്താം. കുറച്ചും കൂടെ കോൺഫിഡൻസോടുകൂടി താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും തനിക്കൊരു ആത്മസംതൃപ്തി ലഭിക്കുന്നുണ്ട്. തൻ്റെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് താൻ ആക്ഷൻസ് എടുക്കുന്നുണ്ട്. അതിലെല്ലാം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ഇന്നത്തെ എനർജി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. കാര്യങ്ങൾ റഷ് ചെയ്യാതിരിക്കുക, ധൃതി കൂട്ടി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, സംസാരിക്കുന്ന സമയത്തായിരിക്കാം, വ്യക്തതയോടുകൂടി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ജസ്റ്റിസ്, നീതി, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചാലഞ്ച് നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടാകാം. എഗെയിൻ ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ പാസ്റ്റിൽ നടന്നു പോയ കാര്യങ്ങൾ, റിലേഷൻഷിപ്പ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അവിടെ തനിക്ക് നീതി ലഭിച്ചില്ല, എന്തെങ്കിലും തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടു, ഒറ്റപ്പെടലുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ ഒരു ചാലഞ്ചായിരിക്കാം കുറച്ച് പേർക്ക്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട്, തൻ്റെ എനർജി ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ചാലഞ്ചായിരിക്കാം. കുറച്ച് പേർക്ക് റിലൊക്കേഷനാണ്. പുതിയതായിട്ടുള്ള ഒരു സ്പേസിൽ എന്തെങ്കിലും എനർജി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അഡാപ്റ്റ് ചെയ്യാനായിട്ട്, ന്യൂ സിറ്റുവേഷനായിട്ട് യോജിച്ച് പ്രവർത്തിക്കാനായിട്ട് കുറച്ച് പേർക്ക് ചാലഞ്ച് വരുന്നുണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക, അങ്ങനത്തെയൊക്കെ എനർജീസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡോക്യുമെൻറ്റ്സ് എല്ലാം നന്നായിട്ട് വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ ഇമെയിൽ അയക്കുമ്പോഴായിരിക്കാം, എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾ കൺവേ ചെയ്യുമ്പോഴായിരിക്കാം, അവിടെയെല്ലാം കുറച്ചൊരു ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ സന്തോഷം, ഹാപ്പിനെസ് നിലനിർത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് എന്തെല്ലാം സ്റ്റെപ്സ് എടുക്കാനായിട്ട് സാധിക്കും, അതിലും നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ കഴിവുകൾ നന്നായിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ, ഡിസിഷൻസ് നിങ്ങൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇമോഷണൽ എനർജിയാണ്, വൈകാരികമായിട്ടുള്ള എനർജിയാണ്. അവിടെയെല്ലാം കുറച്ചൊരു പോസിറ്റിവിറ്റി നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം വിജയം നേടാനായിട്ട്, ഒത്തിരി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ് ഹീലിംഗ്, അങ്ങനത്തെ എനർജീസും വരുന്നുണ്ടാകാം. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോകുക. കുറച്ച് പേർക്ക് വിട്ടുകൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ടാകാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എക്സാക്ട്ലി എല്ലാ കാര്യങ്ങളും സംഭവിക്കണം എന്നില്ല. അപ്പോൾ ഓവറായിട്ട് നമ്മൾ ഒരു കാര്യത്തിൽ നമ്മുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുക, ഓവറായിട്ട് പ്രതീക്ഷ വയ്ക്കുക, അവിടെയെല്ലാം കുറച്ചൊരു ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അതോടൊപ്പം തന്നെ ഒത്തിരി നേട്ടങ്ങൾ, ഒത്തിരി വിജയം നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഏഞ്ചൽ പ്രൊട്ടക്ഷനാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വിൽ പവർ, നിങ്ങളുടെ ആ ഒരു ആത്മധൈര്യം, അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മുന്നോട്ട് പോകാനായിട്ട്, നെക്സ്റ്റ് ലെവലിലോട്ട് നിങ്ങളെ സഞ്ചരിക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം ഹീലിംഗ് എനർജി, സ്നേഹത്തിൻ്റെ എനർജി നിങ്ങൾ ചൂസ് ചെയ്യുക. സമാധാനം കൊണ്ടുവരുന്ന എനർജി എന്താണോ അതിനോട് എസ് പറയാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്കുള്ള കാർഡ്സുകളെല്ലാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് മൂണാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജിയാണ്. ഇൻറ്റ്യൂറ്റീവ്ലി ഒത്തിരി ഗൈഡൻസ്, ഒത്തിരി മെസ്സേജസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അത് ക്ലാരിറ്റിയോടുകൂടി വ്യക്തതയോടുകൂടി മനസ്സിലാക്കാനായിട്ട് കുറച്ചൊരു കാം എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള ഒരു എനർജിയും വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ പാസ്റ്റിലെ എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം. പാസ്റ്റിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ബ്ലോക്ക് കൊണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും കുറച്ച് പേർക്ക് അവസരം, ഒരു പാത്ത്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എക്സ്പെൻസ് ഓവറായിട്ട് നിങ്ങൾ മണി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ചൊരു അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകുക. അതോടൊപ്പം തന്നെ ഇവിടെ സ്റ്റാറിൽ വന്നിട്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയും കാണുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ളൊരു ഒരു പൊട്ടൻഷ്യൽ, ഒരു അവസരം ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് എഗെയിൻ നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് എനർജീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലോട്ട് സർഫസ് ലെവലിലോട്ട് പൊങ്ങി വരുന്നുണ്ടാകും. അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ എന്താണോ, മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്ക് ചെയ്യുന്ന, നിങ്ങൾക്കൊരു ശാന്തി, സമാധാനം കൊണ്ടുവരാൻ സഹായിക്കാത്ത കാര്യങ്ങൾ എന്താണോ അതിനോട് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും ശ്രമിക്കുക. അത് ഒത്തിരി പീസ്, സമാധാനം നിലനിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെയും അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് ലഭിച്ച എന്തെങ്കിലുമൊക്കെ അബണ്ടൻസ് ആയിരിക്കാം, ബ്ലെസ്സിങ്സ് ആയിരിക്കാം, അത് എംബ്രേസ് ചെയ്യാനായിട്ട്, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളെ ഒത്തിരി ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പാസ്റ്റിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാനായിട്ട്, എന്തെങ്കിലുമൊക്കെ മാരേജ് ഫങ്ഷൻ, എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് ത്രൂ ആയിരിക്കാം, പാസ്റ്റിലുള്ള എന്തെങ്കിലും എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് അവസരങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ അവിടെയും കുറച്ചൊരു പീസ്, ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി എക്സ്ചേഞ്ച് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അതും ഒത്തിരി ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലിയിൽ പ്രായമായിട്ടുള്ളവർക്ക് കുറച്ചൊരു കെയർ, അറ്റൻഷൻ ആവശ്യമായിട്ടും വരുന്നുണ്ടാകാം. അതോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ ഒത്തിരി നെയിം, ഫെയിം, റെക്കഗ്നിഷൻ, നിങ്ങൾ ചെയ്യുന്ന വർക്കിന് എന്തെങ്കിലുമൊക്കെ അപ്രീസിയേഷൻ, എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ പുരോഗതി, ഗ്രോത്ത് കൊണ്ടുവരുന്ന എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള എനർജീസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.